ഹായ് ഫ്രണ്ട്സ്, 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ട്സിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ പ്രധാനമായ പല റിവോൾട്ടുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും M4E ലേണിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ദ സ്റ്റോം ദാറ്റ് ഷോക്ക് ദ ബ്രിട്ടീഷ് എംപയർ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ്. When Kanwar and his group started moving towards the middle of the river, the English soldiers started firing from the land. കൺവരും കൂട്ടരും ഗംഗാ നദിയിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് പട്ടാളക്കാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളക്കാർ കരയിൽ നിന്നും അവർക്ക് നേരെ വെടിവെച്ചു. കൺവർ സിംഗ്സ് ലെഫ്റ്റ് ആം വാസ് ഷോട്ട് ആൻഡ് വാസ് ബ്രോക്കൺ ആൻഡ് ഹങ്. കൺവർ സിംഗിൻ്റെ ഇടത് കൈ വെടിയേറ്റ് അറ്റ് തൂങ്ങിക്കിടന്നു. ഇത് കണ്ടിട്ട് കൺവർ സിംഗ് ഭയന്നില്ല. പകരം അദ്ദേഹം എന്താണ് ചെയ്തത്? കൺവർ സിംഗ് ദ ഹീറോ ഡിഡ് നോട്ട് ഹെസിറ്റേറ്റ് ടു ടേക്ക് ദ ഡാഗർ that was shielded in his waist and cut off his useless arm. തൻ്റെ ഉപയോഗശൂന്യമായ കൈ അരയിൽ നിന്നും കഠാര വലിച്ചു ഊരി മുറിച്ചു മാറ്റുകയാണ് കൺവർ സിംഗ് ചെയ്തത്. I offer this to Mother Ganga, he said, and threw severed arm into the river. കൺവർ സിംഗ് എന്താണ് പറഞ്ഞത്? ഞാൻ എൻ്റെ ഈ ഉപയോഗശൂന്യമായ കൈ ഗംഗാ മാതാവിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ കൈ മുറിച്ചു മാറ്റുന്നത്. ഓക്കെ, സോ ഇത് എന്തിനെക്കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്? ഹിസ്റ്ററി ഓഫ് നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ ഫോർ ചിൽഡ്രൻ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണിത്. ഇത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കൺവർ സിംഗ് നടത്തിയ പോരാട്ടത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. ഓക്കെ, There were isolated struggles in many parts of India against English East India Company. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി ചെറിയ ചെറിയ സ്ട്രഗിൾസ് ഒക്കെ നടന്നിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത്. ദ കമ്പനി ട്രൂപ്സ് സപ്രസ്ഡ് ഓൾ സച്ച് സ്ട്രഗിൾസ്. അങ്ങനെയുള്ള എല്ലാ ചെറിയ ചെറിയ കലാപങ്ങളും കമ്പനി എന്ത് ചെയ്തു? അടിച്ചമർത്തി. In 1857, an organized rebellion in India against British imperialism happened. അതായത് 1857 ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന് എതിരായിട്ട് ഒരു ഓർഗനൈസ്ഡ് റെബലിയൻ അല്ലെങ്കിൽ ഒരു സംഘടിത കലാപമുണ്ടായി. Therefore, historians considered this revolt as India's first struggle for independence. ഇതൊരു ഓർഗനൈസ്ഡ് സ്ട്രഗിൾ ആയതുകൊണ്ട്, അതായത് വെറുതെ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്നതിന് പകരം ഇന്ത്യ ഒട്ടാകെ ഈ ഒരു സമരത്തിൻ്റെ ഇഫക്റ്റ് ഉണ്ടായതുകൊണ്ട് ചരിത്രകാരന്മാർ ഈ റിവോൾട്ടിനെ എങ്ങനെ വിശേഷിപ്പിച്ചു? ഇന്ത്യാസ് ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, അതായത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് 1857 കലാപത്തെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. ഓക്കെ, It was the first anti-British struggle in which various sections of society, including natives, peasants, artisans, native kings, soldiers and landlords took part. ഈ ഒരു സ്ട്രഗിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ജനവിഭാഗങ്ങളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സാധാരണ മനുഷ്യർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, കർഷകർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ആർട്ടിസാൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഓരോരോ പ്രദേശത്തെ രാജാക്കന്മാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ബ്രിട്ടീഷ് ആർമിയിലുള്ള ഇന്ത്യൻ പട്ടാളക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അതേപോലെ ഭൂപ്രഭുക്കന്മാരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സോ ഇതൊരു വലിയ കലാപം തന്നെയായിരുന്നു. Now, what could be the factors that forced these different groups to participate in the rebellion? 1857 കലാപത്തിൽ ഇന്ത്യയിലെ പല വിഭാഗക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ഇത്രയും ആളുകൾ ആ ഒരു റിവോൾട്ടിൽ പങ്കെടുത്തത്? അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഒന്നാമത്തെ കാരണം, അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് സച്ച് ആസ് സബ്സിഡിയറി അലയൻസ് പോളിസി ആൻഡ് ദ ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ 2 അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് അല്ലെങ്കിൽ ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഒന്നാമത്തേത് സബ്സിഡിയറി അലയൻസ് പോളിസിയാണ്, രണ്ടാമത്തേത് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആണ്. ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഇനി രണ്ടാമത്തെ റീസൺ എന്തായിരുന്നു? ദ ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് ഇന്ത്യൻ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിത്ത് ദ ബ്രിട്ടീഷ്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ പട്ടാളക്കാർക്ക് ബ്രിട്ടീഷ് നയങ്ങളുമായിട്ട് യോജിച്ചു പോകാൻ സാധിച്ചില്ല.
സോ ഇത് രണ്ടുമാണ് മെയിൻ റീസൺ. ഇനി പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പട്ടാളക്കാർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന വിയോജിപ്പാണ് പെട്ടെന്നുണ്ടായ കാരണം. ഓക്കെ, ഇനി എന്താണ് സബ്സിഡിയറി അലയൻസ് പോളിസി? നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം അല്ലെങ്കിൽ ഒരു ഭരണ പരിഷ്കാരമാണ് സബ്സിഡിയറി അലയൻസ് പോളിസി എന്ന് പറയുന്നത്. Plan was implemented by Lord Wellesley, who was then Governor General, for the expansion of British Empire in India and to strengthen its sovereignty. സോ ഈ ഒരു പ്ലാൻ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തത് ആരാണ്? അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് വെലസ്ലി ആണ്. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ ഒന്നുകൂടി വ്യാപിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. The princely states entering into a military alliance with the British had to follow certain conditions. സോ സബ്സിഡിയറി അലയൻസ് പോളിസി വഴി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുമായിട്ട് ഒരു കരാറിലേർപ്പെടും. ആ കരാർ അനുസരിച്ച് പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. അതെന്താണെന്ന് നോക്കാം. The princely state which entered into subsidiary alliance policy should keep one unit of army of the company പെർമനൻ്റ്ലി വിത്തിൻ ഇറ്റ്സ് കിങ്ഡം. അതായത് സബ്സിഡിയറി അലയൻസിൽ ഒപ്പുവെക്കുന്ന ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യം എപ്പോഴും ബ്രിട്ടീഷിൻ്റെ ഒരു ആർമി യൂണിറ്റ് അവരുടെ രാജ്യത്ത് പെർമനൻ്റ് ആയിട്ട് വയ്ക്കണം. All the expense of the company's troop was to be borne by the allied king. അതായത് ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്ന രാജാവ് തന്നെ ആ കമ്പനി ട്രൂപ്പിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള കമ്പനിയുടെ പട്ടാളക്കാരുടെ എല്ലാ ചെലവും നോക്കി നടത്തണം. അടുത്തതായി, ദ അലീഡ് കിങ് മസ്റ്റ് നോട്ട് എൻറ്റർ ഇൻ ടു അലയൻസസ് വിത്ത് അതർ യൂറോപ്യൻ കൺട്രീസ് വിത്തൗട്ട് ദ കമ്പനീസ് അപ്രൂവൽ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അപ്രൂവൽ ഇല്ലാതെ, അനുവാദമില്ലാതെ മറ്റൊരു യൂറോപ്യൻ രാജ്യവുമായി ഒരു തരത്തിലുള്ള കരാറുകളിലും ഈ രാജാക്കന്മാർക്ക് ഏർപ്പെടാൻ സാധിക്കില്ല. No action should be taken by allied king without consulting the British Governor General. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി കൂടിയാലോചിക്കാതെ സബ്സിഡിയറി അലയൻസിൽ ഒപ്പുവെച്ചിട്ടുള്ള രാജാക്കന്മാർക്ക് ഒരു തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കില്ല. അതേപോലെ അലീഡ് കിങ് മസ്റ്റ് പ്രൊവൈഡ് അക്കോമഡേഷൻ ഫോർ എ ബ്രിട്ടീഷ് റെസിഡൻറ്റ് ഇൻ ഹിസ് കൺട്രി. അതായത് ഈ സബ്സിഡിയറി അലയൻസിൽ ഒപ്പുവെച്ചിരിക്കുന്ന രാജാക്കന്മാർ തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ താമസിപ്പിക്കണം. അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇഫ് ദീസ് കണ്ടീഷൻസ് വെർ വയലേറ്റഡ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വുഡ് ബി അനെക്സ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഒരു രാജാവിന് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ രാജ്യം ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ സബ്സിഡിയറി അലയൻസ് പോളിസി എന്താണെന്ന് മനസ്സിലായല്ലോ. അതൊരു സൈനിക കരാറാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ബ്രിട്ടീഷ് സൈന്യത്തെ ഓരോ നാട്ടുരാജ്യാക്കന്മാരും അവരുടെ നാട്ടിൽ നിർത്തണം. അത് പോരാഞ്ഞിട്ട് അവർക്ക് വേണ്ട എല്ലാ ചെലവുകളും കൊടുക്കണം. ഇതിന് പുറമെയാണ് ബാക്കി ഈ പറഞ്ഞ കണ്ടീഷൻസ്. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ രണ്ടാമത്തെ ഭരണ പരിഷ്കാരമാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. എന്താണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്? If the ruler of princely state died without male heir, there was a practice of finding a boy from another family as a heir. അതായത് ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്ത് രാജാവ് മരിച്ചു കഴിഞ്ഞാൽ ആ രാജാവിന് ആൺ അനന്തരാവകാശി ഇല്ലെങ്കിൽ അവരെന്താ ചെയ്യുക? മറ്റൊരു കുടുംബത്തിൽ നിന്നും ഒരു ആൺകുട്ടിയെ ദത്തെടുക്കും. However, the king's power to adopt was abolished under Doctrine of Lapse enacted by Lord Dalhousie, the British Governor General. ആ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് ഡൽഹൌസി ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന ഒരു പരിഷ്കാരം കൊണ്ടുവന്നു. ഈ പരിഷ്കാരം അനുസരിച്ച് ഇങ്ങനെ അനന്തരാവകാശികൾ ഇല്ലാതെ മരിച്ചു പോകുന്ന രാജാവിന്, അതായത് ആൺ അനന്തരാവകാശി ഇല്ലാതെ മരിച്ചു പോകുന്ന രാജാവിന് മറ്റൊരു കുടുംബത്തിൽ നിന്നും ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാം എന്നുള്ള ആ അവകാശത്തെ റദ്ദ് ചെയ്യുന്ന ഒരു നിയമമായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അതായത് ഇനി മുതൽ അങ്ങനെ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ ഹെയർ the princely state would fall under the control of English East India Company. എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്?
അനന്തരാവകാശികൾ ഇല്ലാതെയാകുമ്പോൾ തനിയെ ആ ഒരു നാട്ടുരാജ്യം ആരുടെ കീഴിലാവും? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാവും. സോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ സാമ്രാജ്യം എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതാണ് ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സും അതേപോലെ സബ്സിഡിയറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ. ഓക്കെ, ഡോക്ട്രിൻ ഓഫ് ലാപ്സിന് മലയാളത്തിൽ എന്താ പറയുന്നത്? ദത്തവകാശ നിരോധന നിയമം എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് മെനി പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വെർ അനെക്സ്ഡ് ടു ബ്രിട്ടീഷ് ഇന്ത്യ അണ്ടർ ദീസ് ടു പോളിസീസ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് പോളിസീസ് വഴി ഒരുപാട് പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ഔധ് വാസ് ഓൾസോ അനെക്സ്ഡ് ടു ബ്രിട്ടീഷ് ഓൺ ചാർജസ് ഓഫ് മിസ്റൂൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഔധ് എന്ന് പറയുന്ന രാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. സോ 1857 വിപ്ലവത്തിന് കാരണമായ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇനി പഠിക്കാൻ പോകുന്നത് മിലിറ്ററി റീസൺസ് ആണ്. ഇന്ത്യൻ സോൾജേഴ്സ് വെർ പെയ്ഡ് ലെസ് ആൻഡ് വെർ പ്രൊവൈഡഡ് പുവർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അതായത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഒരു ആർമിയുണ്ട്, അതിൽ ബ്രിട്ടീഷ് പട്ടാളക്കാരും ജോലി ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ പട്ടാളക്കാരും ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പട്ടാളക്കാർക്ക് കുറഞ്ഞ പൈസയാണ് ശമ്പളമായി നൽകിയിരുന്നത്. അതേപോലെ അവരുടെ ഭക്ഷണം വളരെ മോശമായിരുന്നു, അവരുടെ താമസ സൗകര്യവും വളരെ മോശമായിരുന്നു. ഇറ്റ് വാസ് ഇൻ ദിസ് ഡിസ്ഗ്രണ്ടിൽഡ് സിറ്റുവേഷൻ ദാറ്റ് ദ കമ്പനി സപ്ലൈഡ് ദ ന്യൂ ടൈപ്പ് ഓഫ് എൻഫീൽഡ് ഗൺസ് ടു ദ സോൾജേഴ്സ്. ഇത്രയും പരിതാപകരമായ അവസ്ഥയിലൂടെ ഇന്ത്യൻ പട്ടാളക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കമ്പനി എന്ത് ചെയ്തത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു പുതിയ തരം ഗൺ അല്ലെങ്കിൽ തോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊരു എൻഫീൽഡ് ഗണ്ണാണ്. ഇനി ആ ഗണ്ണിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ്സ് കാട്രിഡ്ജസ് ഹാഡ് എ ഗ്രീസ്ഡ് പേപ്പർ കവർ. അതിൻ്റെ തിരികൾ, അതായത് നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ തിരികളുടെ പുറമെ ഒരു ഗ്രീസ്ഡ് പേപ്പർ കവർ ഉണ്ട്, അതായത് നെയ്യ് പുരട്ടിയ ഒരു പേപ്പർ കവർ. ദിസ് കവർ ഹാഡ് ടു ബി ബിറ്റൺ ഓഫ് ടു യൂസ് ദ ഗൺ. ഈ ഗൺ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ഈ കാട്രിഡ്ജസിൻ്റെ പുറമേ ഉള്ള ഈ ഗ്രീസ്ഡ് പേപ്പർ കവർ കടിച്ച് മാറ്റണം. ഓക്കെ, ഇറ്റ് വാസ് റൂമേർഡ് എമംഗ് ദ സോൾജേഴ്സ് ദാറ്റ് ദിസ് കവർ വാസ് സ്മിയർഡ് വിത്ത് എ ടൈപ്പ് ഓഫ് ഗ്രീസ് മെയ്ഡ് ഫ്രം cow and pig fat which was offensive to their religious beliefs. അതായത് ആ സമയത്ത് പട്ടാളക്കാരുടെ ഇടയിൽ ഒരു റൂമർ പരന്നു, അതായത് ഈ ഗ്രീസ്ഡ് കാട്രിഡ്ജസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീസ് അല്ലെങ്കിൽ ഫാറ്റ് പശുവിൻ്റെയും പന്നിയുടെയും ഫാറ്റ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. ഇത് നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. മംഗൾ പാണ്ഡെ, എ സോൾജർ അറ്റ് ബാരക്പൂർ, വാസ് എ ഫസ്റ്റ് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദിസ്. മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത് ഇന്ത്യൻ സോൾജറാണ്. ബാരക്പൂർ ആയിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അദ്ദേഹമാണ് ഈ ഒരു കാര്യത്തിനെതിരായിട്ട് ആദ്യം പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ ആദ്യം എതിർത്തത്. മംഗൾ പാണ്ഡെ വാസ് എക്സിക്യൂട്ടഡ് ബൈ ദ ബ്രിട്ടീഷ് ഓൺ 8th of April 1857 ഫോർ അസോൾട്ടിങ് എ ബ്രിട്ടീഷ് സോൾജർ ഹു ഫോഴ്സ്ഡ് ഹിം ടു ലോഡ് ഹിസ് ഗൺ. അതായത് മംഗൾ പാണ്ഡെനോട് ഈ ഗ്രീസ്ഡ് കാട്രിഡ്ജ് ഉപയോഗിക്കാൻ നിർബന്ധിച്ച ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരനോട് മംഗൾ പാണ്ഡെ മിസ്ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ മംഗൾ പാണ്ഡെ അതിനെ എതിർത്തു. അതിനെ തുടർന്ന് മംഗൾ പാണ്ഡെനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. എന്നാണ് 8th of April 1857. സോ ഇതാണ് മിലിറ്ററി റീസൺസ്. ഒരു ഗ്രീസ്ഡ് കാട്രിഡ്ജ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ പേരിലുണ്ടായ ആ ഒരു പ്രശ്നമാണ് മിലിറ്ററി റീസൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദ റെബലിയൻ ഓഫ് 1857 സ്റ്റാർട്ടഡ് ഇൻ മീററ്റ്, ഉത്തർപ്രദേശ്. 1857 വിപ്ലവം എവിടെയാണ് തുടങ്ങിയത്? അത് ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. After the assassination of Mangal Pandey, Indian soldiers came to Delhi and proclaimed the Mughal ruler Bahadur Shah II as the Emperor of India. അതായത് മംഗൾ പാണ്ഡേനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്ത്യൻ പട്ടാളക്കാർ എന്ത് ചെയ്തു? അവർ ഡൽഹിയിലേക്ക് ഒരു മാർച്ച് നടത്തി. അവിടെ ചെന്ന് അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹാദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അവരോധിച്ചു. Apart from the soldiers, rulers of princely states who had lost their powers, peasants and other people participated in the rebellion in many parts of North India. വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സോൾജേഴ്സ്, അതായത് പട്ടാളക്കാർ മാത്രമല്ല, പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ രാജാക്കന്മാർ, അതേപോലെ കർഷകർ, അങ്ങനെ എല്ലാവിധ ആൾക്കാരും ഈ ഒരു റിവോൾട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു.
വിത്തിൻ മന്ത്സ് ദ ബ്രിട്ടീഷ് സപ്രസ്ഡ് ദ റെബലിയൻ എവരിവെയർ. മാസങ്ങൾക്കുള്ളിൽ തന്നെ ബ്രിട്ടീഷുകാർ ഈ ഒരു വിപ്ലവത്തെ എല്ലായിടത്തും അടിച്ചമർത്തി. മെനി ഇന്ത്യൻസ് വെർ ഷോട്ട് ടു ഡെത്ത്. ഒരുപാട് ഇന്ത്യക്കാർ ഇതിൽ മരണപ്പെട്ടു. മെനി വെർ കനോൺഡ് ടു ഡെത്ത്. പീരങ്കിക്ക് ഒരുപാട് പേര് ഇരയായി. തൗസൻഡ്സ് ഹൂ വെർ എലൈവ് വെർ ഹാങ്ഡ് അപ്സൈഡ് ഡൗൺ ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് ട്രീസ്. ഇനി ആയിരക്കണക്കിന് പേര് ജീവനോടെ ഉണ്ടായിരുന്നവരുടെ അവസ്ഥ എന്താണ്? അവരെല്ലാം മരത്തിൽ തല കീഴായി കെട്ടിത്തൂക്കിയ അവസ്ഥയിലായിരുന്നു. ഔട്ട് ഓഫ് ദ 1.5 lakh killed in the riots in Oudh alone, 1 lakh were civilians. അതായത് ഔദിൽ മാത്രമായിട്ട് 1.5 ലക്ഷം പേര് കൊല്ലപ്പെട്ടു. അതിൽ 1 ലക്ഷത്തോളം പേര് സാധാരണ മനുഷ്യരായിരുന്നു. The unity of different sections of people of India was able to resist strongly the brutal oppression of the British. അതായത് ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്കിത് നേരിടാനായിട്ട് സാധിച്ചു. Even where there were no riots, the insurgents had the support of the common people. അതായത് ഇനി റയോട്ട്സ് ഇല്ലാത്ത പ്രദേശങ്ങൾ പോലും ഇതിനെയൊക്കെ ഈ ഒരു വിപ്ലവത്തെ സപ്പോർട്ട് ചെയ്തു. ദ റിയൽ സ്ട്രെങ്ത് ഓഫ് റെബലിയൻ വാസ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഈ ഒരു റിവോൾട്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുണ്ടായിരുന്ന ഒരു ഐക്യം തന്നെയായിരുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടിയത്. ഓക്കെ, ഇനി 1857 വിപ്ലവം നടന്ന കേന്ദ്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ ആരൊക്കെയാണ് വിപ്ലവം നയിച്ചത് എന്നും പറയുന്നുണ്ട്. സോ ആദ്യത്തെ കേന്ദ്രമാണ് ഡൽഹി. ഡൽഹിയിൽ വിപ്ലവം നയിച്ചതാരാണ്? ബഹാദൂർ ഷാ രണ്ടാമനാണ്. ബഹാദൂർ ഷാ രണ്ടാമനെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അവരോധിച്ചത്. ദ റിബൽസ് ഡിക്ലെയർഡ് ഹിം ദ എംപറേഴ്സ് ഓഫ് ഇന്ത്യ. അതായത് റിവോൾട്ട് നടത്തിയ സോൾജേഴ്സ് എന്താ ചെയ്തത്? ഡൽഹിയിൽ ചെന്ന് ബഹാദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ആഫ്റ്റർ ദ റെവല്യൂഷൻ ദ ബ്രിട്ടീഷ് എക്സൈൽഡ് ഹിം ടു റംഗൂൺ. പിന്നെ എന്താ സംഭവിച്ചത്? ബ്രിട്ടീഷുകാർ ഡൽഹിയിലെ വിപ്ലവം അടിച്ചമർത്തിയ സമയത്ത് ബഹാദൂർ ഷാ രണ്ടാമനെ രംഗൂണിലേക്ക് നാട് കടത്തുകയാണ് ചെയ്തത്. ഇനി ബഹാദൂർ ഷാ രണ്ടാമനെ ഡൽഹിയിൽ സഹായിച്ചത് ജനറൽ ബക്ത് ഖാനാണ്, മിലിറ്ററി ജനറൽ ഓഫ് ബഹാദൂർ ഷാ രണ്ടാമൻ. ഈ ബക്ത് ഖാൻ ആരാണ്? ബഹാദൂർ ഷാ രണ്ടാമൻ്റെ മിലിറ്ററി ജനറൽ ആയിരുന്നു. ഓക്കെ, ഇനി ഝാൻസി എന്ന് പറയുന്ന സ്ഥലത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാരാണ്? റാണി ലക്ഷ്മി ഭായി ആണ്. റാണി ലക്ഷ്മി ഭായി ഝാൻസിയുടെ റാണിയായിരുന്നു. ഝാൻസി റാണി എന്നാണ് റാണി ലക്ഷ്മി ഭായി അറിയപ്പെടുന്നത്. ഇനി കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും അതേപോലെ താന്തിയ തോപ്പയുമാണ്. നാനാ സാഹിബ് ആരാണ്? മറാത്ത ഭരണാധികാരിയായിരുന്നു നാനാ സാഹിബ്. താന്തിയ തോപ്പി ആരാണ്? നാനാ സാഹിബിൻ്റെ ആർമി ചീഫാണ് താന്തിയ തോപ്പെ. പ്രാക്ടീസ്ഡ് ഗറില്ല വാർഫെയർ. താന്തിയ തോപ്പിയാണ് വളരെ പ്രസിദ്ധമായ ഗറില്ല യുദ്ധമുറ അവിടെ പ്രാക്ടീസ് ചെയ്തത് അല്ലെങ്കിൽ ഉപയോഗിച്ചത്. ഇനി ലക്നൌവിൽ ആരാണ് ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്? ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിൽ നേതൃത്വം നൽകിയത്. ഈ ബീഗം ഹസ്രത്ത് മഹൽ ഔദിൻ്റെ ഭരണാധികാരിയായിരുന്നു. ഓക്കെ, ഇനി ബീഹാറിലെ ആറ എന്ന് പറയുന്ന സ്ഥലത്ത് ആരാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്? നമ്മൾ ആദ്യം കൺവർ സിംഗിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? കൺവർ സിംഗ് ആണ് ബീഹാറിലെ ആറ എന്ന് പറയുന്ന പ്രദേശത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ആരാണ് കൺവർ സിംഗ്? ഫാമർ ലോർഡ് ഓഫ് ജഗദീഷ്പൂർ. ഓക്കെ, ജഗദീഷ്പൂരിലെ ഫാമർ ലോർഡ് ആയിരുന്നു കൺവർ സിംഗ്. ഓക്കെ, സോ ഇത്രയും കേന്ദ്രങ്ങളാണ് നമുക്ക് തൽക്കാലം പഠിക്കാനുള്ളത്. ഒരുപാട് കേന്ദ്രങ്ങൾ ഇനിയുമുണ്ട്, അവിടെയൊക്കെ ലീഡേഴ്സും ഉണ്ട്. പ്രധാനമായും ഇത്രയും കേന്ദ്രങ്ങളും അവിടുത്തെ ലീഡേഴ്സും അവരുടെ പ്രത്യേകതകളും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് നടത്തിയ ഒരു സംഘടിത കലാപമായിരുന്നു 1857 വിപ്ലവം. എന്നാൽ ഈ വിപ്ലവത്തിന് ഒരുപാട് പോരായ്മകൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദ റെബലിയൻ വാസ് കൺഫൈൻഡ് ടു എ ഫ്യൂ പാർട്സ് ഓഫ് നോർത്തേൺ ഇന്ത്യ. ഒരുപാട് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോഴും നോർത്ത് ഇന്ത്യയിലായിരുന്നു ഈ റെബലിയൻ കൂടുതലായിട്ട് കണ്ടുവന്നത്. സൗത്ത് ഇന്ത്യയിൽ ഇതിൻ്റെ ഇഫക്റ്റ് വളരെ കുറവായിരുന്നു. ദ റെബലിയൻ ഹാഡ് നോ ഓർഗനൈസ്ഡ് ലീഡർഷിപ്പ്. അതായത് ഓരോരോ പ്രദേശത്തായിട്ട് ഈ ഒരു വിപ്ലവത്തിന് വ്യത്യസ്ത ലീഡേഴ്സ് ഉണ്ടെങ്കിലും
മൊത്തത്തിൽ ഒരു ലീഡർ ഇതിനെല്ലാം ഓർഗനൈസ് ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നില്ല. The company army had more improvised military and organizational skills than the mutineers. അതായത് നമ്മുടെ സോൾജേഴ്സിനേക്കാൾ കൂടുതൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്പനിയുടെ ആർമിക്കുണ്ടായിരുന്നു. അവർ പീരങ്കിയൊക്കെ ഉപയോഗിച്ചു അല്ലേ. നമുക്ക് അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കമ്പനിക്കായിരുന്നു കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റിയത്. The middle class in India generally did not support the rebellion. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് പീപ്പിൾ ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. A section of princely rulers abstained from the rebellion. ഒരുപാട് പ്രിൻസ്ലി റൂളേഴ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്തെങ്കിലും കുറച്ച് പേര് ഇതിൽ നിന്നും മാറി നിന്നു. അവർ ബ്രിട്ടീഷുകാരെയാണ് സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, ഇനി 1857 വിപ്ലവം ബ്രിട്ടീഷുകാർ സപ്രസ് ചെയ്തു, അടിച്ചമർത്തി. എങ്കിലും അതിന് ചില മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. Though the revolt of 1857 was suppressed by the British, it had significant impact on the later Indian history. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ അത് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതെന്തൊക്കെയാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് റൂൾ ഇൻ ഇന്ത്യ എൻഡഡ്. അതായത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇതോടുകൂടി അവസാനിച്ചു. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ കെയിം അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ക്വീൻ. അതായത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ ഇന്ത്യ എത്തി. ഓക്കെ, ദ പൊസിഷൻ ഓഫ് ഗവർണർ ജനറൽ വാസ് റീപ്ലേസ്ഡ് ബൈ വൈസ്രോയ്. ഗവർണർ ജനറൽ എന്ന പദവി മാറ്റി എന്താക്കി? വൈസ്രോയ് എന്ന പദവിയാക്കി. ഇറ്റ് ഇൻസ്പയർഡ് ഇന്ത്യാസ് ലേറ്റർ നാഷണൽ മൂവ്മെൻറ്റ്സ്. അതായത് ഈ ഒരു വിപ്ലവം പിൽക്കാലത്ത് വന്ന ദേശീയ മൂവ്മെൻറ്റ്സിനെല്ലാം, ദേശീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഒരു ഇൻസ്പിറേഷനായിട്ട് മാറി. ഫോറിനേഴ്സ് ഹൂ കെയിം ഫോർ ട്രേഡ് ഗെയിൻഡ് പൊളിറ്റിക്കൽ പവർ ഇൻ ഇന്ത്യ. അതായത് ഇപ്പോൾ ബ്രിട്ടീഷുകാരാണെങ്കിലും മറ്റ് യൂറോപ്യൻസ് ആണെങ്കിലും ഇന്ത്യയിൽ വ്യാപാരത്തിനായിട്ടാണ് വന്നത്. പക്ഷേ പിന്നീട് അവർ ഇന്ത്യയുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാനും അതിൽ അധികാരം നേടിയെടുക്കാനും തുടങ്ങി. ദ സബ്സീക്വൻറ്റ് നാഷണൽ സ്ട്രഗിൾസ് വെർ fueled by the resistance and movements of people in various regions of India against this. പിന്നീടുണ്ടായ എല്ലാ ദേശീയ മൂവ്മെൻറ്റ്സും എന്തിനെതിരായിരുന്നു? ഇങ്ങനെ വിദേശികൾ ഇവിടെ വന്ന് ട്രേഡ് ചെയ്യുക, അതിനുശേഷം നമ്മുടെ പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ ഇടപെടുക, ഇതിനൊക്കെ എതിരായിട്ടാണ് പിന്നീട് എല്ലാ നാഷണൽ മൂവ്മെൻറ്റ്സും നടന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ പഠിച്ചത് 1857 വിപ്ലവത്തെക്കുറിച്ചാണ്. ആ വിപ്ലവം നടക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, വിപ്ലവത്തിൻ്റെ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നും അവിടുത്തെ ലീഡേഴ്സ് ആരൊക്കെയാണെന്നും മനസ്സിലാക്കി. ഇനി ഈ വിപ്ലവം ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തിയെങ്കിലും ചില മാറ്റങ്ങൾ ഈ വിപ്ലവങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ പിൽക്കാലത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും, ഇന്ത്യയിലുണ്ടായ ഓരോ വിപ്ലവങ്ങൾക്കും 1857 വിപ്ലവം ഒരു പ്രചോദനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി 1857 വിപ്ലവത്തെ പ്രമേയമാക്കിക്കൊണ്ട് സിനിമകളും അതേപോലെ നോവലുകളെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. 1857 എന്ന് പറയുന്ന സിനിമ മോഹൻ സിംഗ് ആണ് ഡയറക്റ്റ് ചെയ്തത്. അതേപോലെ മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തത് കേതൻ മേത്തായാണ്. മണികർണിക ദ ക്വീൻ ഓഫ് ജാൻസി എന്ന സിനിമ ആരുടേതാണ്? ക്രിഷ് ജഗർലമുഡിയുടെയാണ്. മണികർണിക ദ ക്വീൻ ഓഫ് ജാൻസി. അതേപോലെ മഹാശ്വേത ദേവിയുടെ നോവലാണ് ഝാൻസി റാണി. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ നോവലാണ് അമൃതം തേടി. ഓക്കെ, സോ ഈ രണ്ട് നോവലുകളാണ് പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഝാൻസി റാണി എന്ന നോവൽ രചിച്ചതാരാണ്? മഹാശ്വേത ദേവിയാണ്. ഇനി അമൃതം തേടി എന്ന നോവൽ രചിച്ചത് മലയാളിയായ മലയാറ്റൂർ രാമകൃഷ്ണനാണ്. ഇനി സിനിമകൾ ഏതൊക്കെയായിരുന്നു? 1857 എന്ന് പറയുന്ന സിനിമ ആരുടേതാണ്? മോഹൻ സിംഗ് ഡയറക്റ്റ് ചെയ്തതാണ്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തത് കേതൻ മേത്തയാണ്. മണികർണിക ദ ക്വീൻ ഓഫ് ജാൻസി എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തത് ക്രിഷ് ജഗർലമുഡിയാണ്. ഓക്കെ, അപ്പോൾ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. പല പാർട്സ് ആയിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പോയിൻറ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് എക്സ്ട്രാ പോയിൻറ്സും പറഞ്ഞു പോന്നിട്ടുണ്ട്.
ഈ ചാപ്റ്റർ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.